എന്താടാ കാര്യം? ഇന്ന് നമ്മുടെ മീറ്റിംഗ് ആയിരുന്നല്ലോ അച്ഛാ. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ്. അച്ഛന് പകരം ഞാനാണ് അവരോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അവരൊന്നും ആദ്യം താല്പര്യം കാണിച്ചില്ല. അപ്പോഴാണ് ഞാൻ നമ്മുടെ പ്രൊജക്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത്. പക്ഷേ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പ്രോജക്റ്റിന്റെ ഹാർഡ് ഡിസ്ക് ആരോ ഭംഗിയായിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പകരം വെച്ചിരുന്നത് ഒരു കോമിക്സിന്റെ ഹാർഡ് ഡിസ്ക്. ഞാനത് അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളെന്താ ഞങ്ങളുടെ വിഡ്ഢികളാക്കണോ? എക്സ്ക്യൂസ് മീ, ജസ്റ്റ് ഗിവ് മീ 30 സെക്കൻഡ്. പരമേശ്വർ സാറിന് പകരം മകൻ വരുമ്പോ ഞങ്ങളൊന്ന് സംശയിച്ചിരുന്നു ഇതൊരു കുട്ടിക്കളിയായിരിക്കുന്നു. നൗ യു പ്രൂവ് ഇറ്റ്. ഞാൻ എന്തായാലും കോമിക്സ് കാണാറില്ല. ഇവിടെ മറ്റാർക്കും ആ ശീലമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അങ്ങനെ ഒരു ഹാർഡ് ഡിസ്ക് എങ്ങനെ വന്നു? ആരോ കരുതി കൂട്ടിയത് മാറ്റിവെച്ചതാ. അതാരാണെന്നാ എനിക്കറിയേണ്ടത്. നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ശത്രുക്കളുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിഞ്ഞല്ലേ പറ്റൂ. നിങ്ങളാരും അവൻ ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? ആർക്കെങ്കിലും അബദ്ധം പറ്റിയതാണോ? വരുൺ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് മീറ്റിംഗിൽ എന്തൊക്കെയാ സംഭവിച്ചത്? അവരിറങ്ങിപ്പോയോ? എന്നെ പരിഹസിച്ചിട്ട് അവർക്ക് ഇറങ്ങിപ്പോകാനായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ കണിമംഗലം കുടുംബത്തിന് അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് പെട്ടെന്നൊന്നും ആർക്കും തകർക്കാൻ പറ്റുന്നതല്ല. രാധികേ, ചേച്ചി എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? വരട്ടെ. രാധികേ, എന്തായാലും നന്നായി മോളെ. മോക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ഇന്നത്തെ കാര്യം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തോടെ കമ്പനിയെ നയിക്കാനുള്ള കോൺഫിഡൻസ് വരുണിന് നഷ്ടപ്പെട്ടതന്നെ. വരുണിനെ മാത്രമല്ല, കണിമംഗലം കുടുംബത്തെ കൂടിയാണ് നീ രക്ഷിച്ചത്. വരുൺ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലിരുന്നോട്ടെ. എല്ലാവർക്കും പോകാം. താങ്ക്സ്. ഈ രാധിക എന്തിനാ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? അവളില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പ്ലാൻ സക്സസ് ആയാനെ. എനിക്ക് അവളുടെ നടപടികളൊന്നും തീരെ പിടിക്കുന്നില്ല. രാത്രി ഉറക്കം ഒളിച്ച് വരുണിന് കൂട്ടിരിക്കുക. വരുൺ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാ അത് തിരുത്തി കൊടുക്കുക. ഐശ്വര്യത്തിന്റെ ദേവതയാണെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയിരിക്കുക അച്ഛനും അമ്മയും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞു വിടണം. അത് നമ്മൾ വിചാരിച്ച് നടക്കില്ലേ? എന്നെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാരും കൂടി എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞാൻ പെട്ടെന്ന് തിരിച്ചു പോവും. അതിനുവേണ്ടി ആവശ്യമില്ലാത്ത സമയം പാഴാക്കണ്ട. നിന്നോട് ആര് പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് വരാൻ?
അതിന് നിനക്ക് എന്താടി അധികാരം? എനിക്കിവിടെ കണിമംഗലത്ത് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. പക്ഷെ കണ്ണിൽ കണ്ട ഒരു കാര്യം പറയണമെന്ന് തോന്നി. നിങ്ങൾ ചെയ്ത കാര്യമൊക്കെ ശരിയാണോ? സ്വന്തം കുടുംബത്തിന് ദ്രോഹം ഉണ്ടാക്കുന്നത് എന്തിനാ? എന്ത് ദ്രോഹം? ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്, ഇവിടെ മറ്റു പലരും കാണാത്തത്. മീറ്റിംഗിന് കൊണ്ടുവരാനുള്ള ഹാർഡ് ഡിസ്ക് ഇന്നലെ വരുണിന്റെ മുറിയിൽ നിന്നും എടുത്തു മാറ്റിയത് ആരാ? ഗൗതം അത് ചെയ്യുന്ന ഞാൻ കണ്ടതാ. സത്യമല്ലേ? ഇത് മാത്രല്ല, ഹോസ്പിറ്റലിൽ വെച്ച് ഒരിക്കൽ പരമേശ്വരൻ സാറിനെ കൊലപ്പെടുത്താൻ നോക്കിയില്ലേ? കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് വരുൺ നിലവറയിൽ പെട്ടുപോയത് അബദ്ധമാണെന്ന് ബാക്കി എല്ലാരും പറയായിരിക്കും. പക്ഷെ എനിക്കറിയാം അത് ചെയ്തത് ഗൗതം തന്നെയാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വലിയ വലിയ കുടുംബങ്ങളില് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊക്കെ കാണുമ്പോ പേടിയാ തോന്നുന്നു. സ്നേഹിച്ച് ജീവിച്ചൂടെ നിങ്ങൾക്കൊക്കെ? ഒന്നിനൊരു കുറവുമില്ലല്ലോ.